ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ദീപാവലിക്കായിട്ട് ഒരു പുതിയ സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആൽമണ്ട് കാഷ്യൂ മൈസൂർ പാക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനാദ്യമേ തന്നെ ഒരു കപ്പ് കാഷ്യൂ നട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് ആൽമണ്ട് നമുക്ക് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പം തൊലി മാറ്റിയ ശേഷം നമുക്ക് അതും ചേർത്തിട്ട് രണ്ടും കൂടെ നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കണം. ആദ്യം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ വെള്ളമോ ഏതെങ്കിലും ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ലപോലെ നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അങ്ങനെ പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് 1 കപ്പ് കടലമാവാണ്, 2 കപ്പ് പഞ്ചസാര, 1 കപ്പ് നെയ്യ്. അപ്പോൾ നമുക്ക് 2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതായത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, ഒരു കമ്പി പാകമാകുന്നത് വരെ നമുക്ക് അത് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി. അതിലേക്ക് ഞാൻ കടലമാവ് ചേർത്ത് കൊടുത്തു. ഇത് നമുക്ക് കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് നമുക്ക് അരച്ച് വെച്ച പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഒരിക്കലും സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, അത് കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നെയ്യാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് 1 കപ്പ് കാഷ്യൂ നട്ട്, 1 കപ്പ് ആൽമണ്ട്, 1 കപ്പ് കടലമാവ്, 2 കപ്പ് പഞ്ചസാര, 1 കപ്പ് നെയ്യ്. നെയ്യ് നമുക്ക് ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. കുറേശ്ശെ ഇതുപോലെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നല്ലപോലെ തിക്കായി വന്നിട്ട് നമുക്ക് പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവമാവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യണം. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കണം. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മൈസൂർ പാക്കാണ്. അപ്പോൾ നല്ല രുചിയുമാണ്. കാഷ്നട്ടും ആൽമണ്ട്സും ഒക്കെ ചേർക്കുന്നുണ്ട്, നല്ല രുചിയാണ് കേട്ടോ അതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ദീപാവലിക്ക് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നെയ്യ് ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ട്രേയോ ഇതുപോലെ നെയ്യ് തടവി വെക്കണം. നമ്മൾ അതിലേക്കാണ് ഇത് ഒഴിക്കാൻ പോകുന്നത്. ഇത് ബാക്കിയുള്ള നെയ്യും കൂടെ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ആ കപ്പിൽ തന്നെ എല്ലാം മെഷർ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ലാസ്റ്റായിട്ടുള്ള നെയ്യും കൂടെ മുഴുവനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് അതും കഴിഞ്ഞ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലത് തിക്കാവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതുപോലെ ഇത് പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവം നമുക്കിത് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ പരുവം എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് കുറച്ച് നേരം വയ്ക്കാം, ഒരു 10 മുതൽ 20 മിനിറ്റ്. അതിനുശേഷം നമുക്കിത് ഇളം ചൂടിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. നമ്മുടെ രുചിയുള്ള കാഷ്യൂ ആൽമണ്ട് മൈസൂർ പാക്ക്, കാജു ബദാം മൈസൂർ പാക്ക് റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.